നമസ്കാരം. നമ്മൾ ഈ ഫുട്ബോൾ കളിയെക്കുറിച്ച് അനാലിസിസ് നടത്തുന്ന വിദഗ്ധരുണ്ട്. അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് XG എന്നത്. ഒരു കളിയിലെ പ്രതീക്ഷിത ഗോൾ എത്രയായിരുന്നു എന്നതാണ് XG എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സ്പെക്ടഡ് ഗോൾ. കളിക്ക് ശേഷം കളിക്കാരുടെ ഷോട്ടുകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് XG കണക്കാക്കുന്നത്. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ ഫ്രാൻസിന്റെ XG എന്ന് പറയുന്നത് 0.03%. ഈ ലോകകപ്പിലെ ഏറ്റവും കുറഞ്ഞ ഗോൾ നിരക്കാണ് ഫ്രാൻസിനെ സംബന്ധിച്ച് ആ നിരക്ക്. സ്പെയിനിന്റേത് 1.63%. സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് എന്നർത്ഥം. ആ കണക്ക് തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഗോളിലേക്കുള്ള നീക്കങ്ങൾ ഏറ്റവും കുറവായിരുന്നു ഫ്രാൻസിന്. സ്പെയിനാകട്ടെ അതിനേക്കാൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഗോളിലേക്കുള്ള ഷോട്ടുകളുടെ ഫ്രീക്വൻസി ഫ്രാൻസിന് കുറഞ്ഞു എന്നത് നമുക്ക് ആദ്യ പകുതിയിലെ തന്നെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ മതി. ആദ്യ പകുതിയിൽ ഫ്രാൻസിന്റെ ഒറ്റ ഷോട്ട് പോലും ഗോൾ ലക്ഷ്യമാക്കിയുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നില്ല. അത്രയേറെ ആധിപത്യം സ്പെയിൻ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഏറ്റവും മികച്ച മുന്നേറ്റ നിരയായിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. എംബാപ്പെ നയിക്കുന്ന മുന്നേറ്റ നിരയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച് മുന്നേറ്റ നിരയുടെ കുറവ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് മറുഭാഗത്ത് വളരെ മികച്ച ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നു എന്നതാണ് ഫ്രാൻസിനെ കുഴക്കിയ പ്രശ്നം. ഫ്രാൻസ് ആകെ 10 ഷോട്ടുകളാണ് സ്പെയിനു നേരെ ഈ മത്സരത്തിൽ ഉതിർത്തത്. ഈ ലോകകപ്പിൽ ഫ്രാൻസിന്റെ ഏറ്റവും കുറഞ്ഞ ഷോട്ടുകളാണ് ഇവ എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് എംബാപ്പയുടെ കാര്യം എടുക്കൂ. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ മെസ്സിക്കൊപ്പം നിൽക്കുന്ന ആളാണ്. ആകെ ഗോൾ വേട്ടക്കാരിൽ മെസ്സിക്ക് തൊട്ടുപിറകിലായി നിൽക്കുന്ന ആളാണ്. ആ നിലയിൽ എംബാപ്പയുടെ ഫിനിഷിങ്ങിനെ സംബന്ധിച്ച് ആർക്കും വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല. ഈ ലോകകപ്പിന്റെ പല ഘട്ടങ്ങളിലായി എംബാപ്പയുടെ ഫിനിഷിങ്ങിന്റെ വൈദഗ്ധ്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കളിയിൽ എംബാപ്പയുടെ XG എത്രയായിരുന്നു എന്നറിയോ? എംബാപ്പയുടെ XG എന്ന് പറയുന്നത് 0.08%. ആകെ 3 ഷോട്ടുകളാണ് എംബാപ്പ ഉതിർത്തത്. പക്ഷേ ഒരു ഷോട്ട് പോലും ടാർജറ്റഡ് ആയിരുന്നില്ല. 2 ഷോട്ടുകൾ ലക്ഷ്യം കാണാതെ പോയി. ഒരു ഷോട്ടിൽ കൃത്യമായ ഡിഫൻസും വന്നു. അതായത് എംബാപ്പയ്ക്കും ഷോട്ട് ആക്യുറസി എന്ന് പറയുന്നത് ഉണ്ടായില്ല എന്നർത്ഥം. ഇതിന് കാരണം സ്പെയിനിന്റെ ഡിഫൻസിന്റെ മേന്മ തന്നെയാണ്. പക്ഷേ സ്പെയിനിന്റെ ഡിഫൻസിനെ പൊതുവായി പറയുമ്പോഴും ഒരു പേര് അക്കാര്യത്തിൽ നമ്മൾ എടുത്തു പറയണം. എംബാപ്പെ അടക്കം പൂട്ടിക്കെട്ടിയ കത്രികപ്പൂട്ടിട്ട് എംബാപ്പയെ അനങ്ങാൻ വിടാതെ ഒരു ഷോട്ട് പോലും മുതിർക്കാൻ വിടാതിരുന്ന ഒരു കൗമാരക്കാരനെ കുറിച്ച് നമുക്ക് പറയണം. പൗ കുബാർസി. 2007 ജനുവരി 22 ജനനം. 19 വയസ്സ് മാത്രമാണ് പൗ കുബാർസിക്കുള്ളത്. സ്പെയിനിന്റെ പ്രതിരോധ നിരയുടെ നെടുംതൂടാണ് ഈ 19 വയസ്സുകാരൻ എന്ന് കാണണം. സാധാരണ നമ്മുടെ ഡിഫൻസിൽ പരിചയസമ്പന്നരായ ആളുകളെയാണ് കൂടുതലായി കളിപ്പിക്കുക. അവർ തന്നെ അറിയപ്പെടണമെങ്കിൽ കുറേയേറെ സമയമെടുക്കും. കാരണം സ്ട്രൈക്കർമാരെയും മിഡ്ഫീൽഡർമാരെയും ഗോളടിക്കാരെയും ഒക്കെയാണ് പൊതുവെ ഫുട്ബോളിൽ അറിയപ്പെടുക. പക്ഷേ 19ാമത്തെ വയസ്സിൽ ഈ ചെറുപ്പക്കാരൻ സ്പെയിനിന്റെ നെടുംതൂണായി മാറിയിരിക്കുന്നു. ഏറ്റവും മികച്ച ഡിഫൻഡറാണ് ആ ചെറുപ്പക്കാരൻ. 90 മിനിറ്റും കളിച്ചു. ഏറ്റവും സമചിത്തതയോടെ എംബാപ്പെ ഉൾപ്പെടെ പൂട്ടി. 32ൽ 29 പാസും അക്യുറേറ്റ് ആയിരുന്നു. ലോങ് ബോളുകൾ നൽകിയതിൽ 100% അക്യുറേറ്റ് ആയിരുന്നു. ഈ നിലയിൽ സ്പെയിന്റെ ഡിഫൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കുബാർസി മാറി എന്ന് ചുരുക്കം.